ഹായ്. ഇന്നേ കുറച്ച് മോട്ടിവേഷൻ തരുമെന്ന് ഒരാൾ കമൻ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു അതിനകത്ത്. ശരിയാണ്, മോട്ടിവേഷൻ ഇടയ്ക്കിടയ്ക്ക് നമുക്കിങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കണം എന്ന് എല്ലാവർക്കും ഒരാഗ്രഹം ഉണ്ടാവില്ലേ? എനിക്കുമുണ്ട്. അപ്പം ഞാൻ എൻ്റെ അച്ഛൻ പണ്ട് ചിന്മയാനന്ദ മിഷനിൽ പഠിച്ചിരുന്ന കാലത്ത്, രാമകൃഷ്ണ ആശ്രമത്തിൽ പഠിച്ചിരുന്ന കാലത്ത് ചിന്മയ മിഷൻ്റെ ബുക്സൊക്കെ ആയിട്ട് സ്വാമി ചിന്മയാനന്ദ അവിടെ വരുമായിരുന്നു, അവിടെ ടോക്ക് ചെയ്യുമായിരുന്നു. അപ്പം അങ്ങനെ അച്ഛന് കുറച്ച് ഈ സ്പിരിച്വാലിറ്റിയിലേക്ക് ഒരു ഇത് കിട്ടിയിട്ടുണ്ട്. കുറേ അതുകൊണ്ടായിരിക്കാം ഞങ്ങളിലേക്കും കുറച്ചൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അച്ഛൻ ഈ സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്തെങ്കിലും പറയും കേട്ടോ. അതായത് അമ്പലത്തിൽ പോകണം, നാമം ജപിക്കണം, അങ്ങനെയൊന്നുമല്ല, കോൺസെൻട്രേഷൻ, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ. പിന്നെ നമ്മൾ പറയാനുള്ളത് നല്ലപോലെ നിവർന്ന് നിന്ന് പറയണം, അതൊക്കെ. അപ്പം ഇങ്ങനെ കേട്ടായിരിക്കണം ഞാൻ എപ്പോഴും ഒരു സ്പിരിച്വലി ഇൻക്ലൈൻഡ് ആയിട്ടുണ്ട്. പിന്നെ അമ്മയാണെങ്കിൽ കൂടുതലും അമ്പലങ്ങൾ. അപ്പോൾ ആ അമ്പലം എന്ന് പറയുന്ന രീതിയിലുള്ള സ്പിരിച്വാലിറ്റിയിലേക്കാണ് പിന്നീട് വന്നത്. പിന്നീടാണ് ശങ്കരാചാര്യരെ പറ്റിയും പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു വരുന്നത് കേട്ടോ. ശ്രീരാമകൃഷ്ണ പരമഹംസൻ, വിവേകാനന്ദ സൂക്തങ്ങൾ, അങ്ങനെയൊക്കെ. സോ ഇതെല്ലാം നമുക്ക് എല്ലാവർക്കും ആവശ്യമാണ്. ഓരോരോ ഘട്ടത്തിൽ അത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. എന്നെ മിഡ് ലൈഫ് ക്രൈസിസ് എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ ഹെൽപ്പ് ചെയ്തത്, അതായത് മിഡ് ലൈഫ് ക്രൈസിസ് എല്ലാവർക്കും ഉണ്ട്. ചിലരെ അറിയുന്നുണ്ടാവില്ല എന്താണ് ക്രൈസിസ്, എങ്ങനെയാണ് നിങ്ങളത് തരണം ചെയ്തതെന്നൊക്കെ. അപ്പോൾ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് മിഡ് ലൈഫ് ക്രൈസിസിനെ പറ്റിയാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ, പെട്ടെന്ന് ഒരു ദിവസം നമുക്ക് തോന്നുകയാണ്, ഞാൻ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എനിക്കൊന്നും ഇനി ചെയ്യാനില്ലേ. ഫോർ എക്സാമ്പിൾ, ഏർലി ആയിട്ട് സക്സസ്ഫുൾ ആയിട്ടുള്ള ചില ആൾക്കാരുടെ കാര്യം പറയാം കേട്ടോ. അങ്ങനെ വരുമ്പോൾ അവർക്ക് തോന്നുകയാണ്, അതായത് ഒരു 25 വയസ്സാകുമ്പോഴേക്കും നല്ല ജോലി, കാരണം IIT പഠിച്ചു, IIME പഠിച്ചു, നല്ല ജോലി, നല്ല ശമ്പളം, നല്ല കാറ്, നല്ല വീട്, നല്ല വൈഫ്, ബിക്കോസ് ഇത്ര എമ്മിൽ നിൽക്കുകയല്ലേ. പെട്ടെന്ന് ഒരു ദിവസം അവർക്ക് തോന്നുകയാണ്, ഒരു 30-32 വയസ്സാകുമ്പോഴേക്കും എവറിത്തിങ് ഈസ് ദെയർ അറൗണ്ട് ദം. 25 വയസ്സിൽ ജോലി കിട്ടിയ ആൾക്ക്. അപ്പോൾ വിചാരിക്കുകയാണ്, ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? കാരണം അവർക്ക് അത്രയും ബുദ്ധി കൊണ്ട്, അത്രയും കാലത്തെ എന്താ പറയുക, നോളജബിൾ ആണ്. അപ്പോൾ അവർ പിന്നീട് ചിന്തിക്കുകയാണ്, അയ്യോ ഞാനിനി എന്താ ചെയ്യേണ്ടത്, എനിക്ക് എന്താ ചെയ്യാൻ പറ്റുക. പെട്ടെന്നൊരു മിഡ് ലൈഫ്, അതിനാണ് അത്തരത്തിൽ. അത് 32 വയസ്സൊക്കെ വളരെ ഏർലിയാണ്. ഞാൻ പറയുന്നത് ദ കൈൻഡ് ഓഫ് നമുക്കൊന്നും ചെയ്യാനില്ല എന്നുള്ളൊരു തോട്ട് വരുമ്പോഴാണ് അങ്ങനെ നമുക്ക് തോന്നുക കേട്ടോ. അയ്യോ ഞാൻ സൊസൈറ്റിക്ക് എന്തെങ്കിലും തിരിച്ചു കൊടുത്താലോ എന്ന് ഓർത്ത് പിന്നീട് അതിൻ്റെ വക്കിൽ പോയിട്ട് തിരിച്ചു വന്ന് ദേ ബൗൺസ് ബാക്ക്. അവർ പല കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങും. പിന്നെ ആ മിഡ് ലൈഫ് ക്രൈസിസ് തരണം ചെയ്യാൻ ഈ പാവം ഞാൻ അങ്ങനെയാണ് ഇൻസ്റ്റഗ്രാം തുടങ്ങിയത് കേട്ടോ. ഇൻസ്റ്റഗ്രാമും യൂട്യൂബും എല്ലാം തുടങ്ങിയത്. എനിക്ക് എൻ്റെ മിഡ് ലൈഫ് ക്രൈസിസ് എന്ന് പറഞ്ഞാൽ എനിക്കൊരു 42-45 ഒക്കെ ആ ഒരു റേഞ്ചിൽ വന്നിട്ടുണ്ടാവും. കാരണം എന്താണെന്നറിയോ, ഒരു വീട് വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ ഒരു അക്കംപ്ലിഷ്മെൻ്റ് പോലെയായി. 2 കാറുകൾ, വീട്, ഡ്രൈവർ, പിന്നെ അങ്ങനെ അതൊരു എന്താണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഈ ബാങ്കിലേക്ക് ഈ കാശ് അടയ്ക്കാൻ വേണ്ടിയിട്ട് ജോലിക്ക് പോവാം എന്നൊക്കെ ഉള്ളൊരു തോന്നൽ വരുമ്പോൾ പലർക്കും വരുന്നുണ്ടാവും ആ ഒരു മിഡ് ലൈഫ് ക്രൈസിസ്, അല്ലേ? ബിക്കോസ് യെസ്, വി ഹാവ് ഗോട്ട് തിങ്സ് വിച്ച് മെറ്റീരിയൽ തിങ്സ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു എന്ന് നമ്മൾ തോന്നുമ്പോൾ നമ്മൾ മിസ് ചെയ്യണ വേറെ പല കാര്യങ്ങളുണ്ടല്ലോ. ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്സൈഡ് ലോകത്തുള്ള പല കാര്യങ്ങൾ, അമ്പലങ്ങൾ, പൂരം, ഇതൊക്കെ, അതായത് നമ്മുടെ കൊച്ചു ലോകത്ത് നമ്മൾ ചെറുപ്പത്തിലെ കണ്ടുവന്ന കാര്യങ്ങളൊക്കെ നമ്മൾ മിസ് ചെയ്യാൻ തുടങ്ങും. ഇതിനൊന്നും നേരമില്ലല്ലോ ദൈവമേ, ഇതാണോ, അങ്ങനെ തോന്നും. അപ്പം ഞാൻ ഈ വെറുതെ അവിടെ പോയിരുന്ന് ജോലി ചെയ്ത് എനിക്ക് ഇത്രയും പൈസ കിട്ടുന്നത്, ഓക്കെ ഫൈൻ, ഐ ഹവ് ഗോട്ട് ഓൾ ദ മെറ്റീരിയൽ തിങ്സ് അറൗണ്ട് മീ. അതില്ലാത്തവരുടെ കാര്യവും അല്ലേ, അതാലോചിക്കണ്ടേ? അങ്ങനെ ഒന്നും ചിന്തിക്കാതെ അയ്യോ ഇനി ഞാൻ എന്ത് ചെയ്യും, എനിക്കൊന്നും ചെയ്യാനില്ലല്ലോ, ഈ ജോലി തന്നെയാണ് നമ്മുടെ ലൈഫ്. പെട്ടെന്ന് ഒരു ദിവസം ആ ജോലി അങ്ങ് പോയാലോ, തീർന്നു. പിന്നീട് നമ്മളെ ഒന്നിനും കൊള്ളില്ല എന്നുള്ള രീതിയിൽ എനിക്കങ്ങനെ 2-3 തരത്തിൽ അങ്ങനെ വന്നിട്ടുണ്ട്. പിന്നെ അതെനിക്കൊരു മനസ്സിലായി കേട്ടോ, ഈ ജോലി എന്ന് പറയുന്നതല്ല നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. നമ്മളെ ഡിഫൈൻ ചെയ്യുന്നത് നമുക്ക് എങ്ങനെ മറ്റുള്ളവരെ നമുക്ക് പ്രചോദനമാകാൻ പറ്റും, മറ്റുള്ളവർക്ക്. അതൊരു കാര്യം. സെക്കൻഡ് തിങ്, നമ്മളെ ഒരു നല്ല രീതിയിലേക്ക് മോൾഡ് ചെയ്തെടുക്കണം. എപ്പോഴും നമ്മൾ ജഡ്ജ്മെൻറ്റിലാകാൻ പാടില്ല. എപ്പോഴും ഒരു
ആളെ കാണുമ്പോൾ, സൗന്ദര്യം കുറഞ്ഞ ആളെ കാണുമ്പോൾ, അല്ലെങ്കിൽ കറുത്ത ആളെ കാണുമ്പോൾ, അല്ലെങ്കിൽ വണ്ണം വെച്ച ആളെ കാണുമ്പോൾ, അല്ലെങ്കിൽ ഭയങ്കര മെലിഞ്ഞ ആളെ കാണുമ്പോഴൊക്കെ കണ്ടിട്ടില്ലേ ഈ സോഷ്യൽ മീഡിയയിൽ കിടന്ന ആൾക്കാർ അതിൻ്റെ അടിയിൽ പോയിട്ട് കമൻറ്റ് ചെയ്യുന്നതൊക്കെ? അവരും ഈ ലോകത്ത് ജനിച്ചവരാണ് നമ്മളെപ്പോലെ, അല്ലേ? അവർക്കും ഈ ലോകത്ത് നമ്മളെപ്പോലെ ജീവിക്കാൻ അവകാശമുണ്ട്. അപ്പോൾ നമ്മളുടെ ഈ മിഡ് ലൈഫ് ക്രൈസിസിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് കടക്കാൻ വേണ്ടിയിട്ട് എന്തായിരിക്കണം നമ്മളുടെ ചിന്താഗതി എന്ന് വെച്ചാൽ, ഒരു പ്രൊഫൗണ്ട്നെസ് വരണം. അതെങ്ങനെ വരും? സ്പിരിച്വാലിറ്റി കൂടെ വരാം. അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റിയിലോട്ട് വലിയ ഇഷ്ടമില്ലാത്ത ആളുകളാണെങ്കിൽ ദേ ക്യാൻ ഡു സോഷ്യൽ സർവീസ്, കേട്ടോ. അപ്പോൾ ഇതിൽ എനിക്ക് പെട്ടെന്ന് ഓരോ നിമിത്തങ്ങൾ വന്നത് ഞാൻ പറയട്ടെ. ഞാൻ ലിറ്ററേച്ചർ BA കഴിഞ്ഞ സമയത്ത് ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, നമുക്ക് ആ ലിറ്ററേച്ചറിൻ്റെ ഇത് വരണം, എന്താ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടണം, അത് കഴിഞ്ഞ് അടുത്ത ഇതിൽ പോകണം, അങ്ങനെയൊക്കെ ഉള്ള സമയത്ത് ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ PR ഡിപ്ലോമ പഠിക്കാൻ പോയി. അത് ആക്ച്വലി അത് 1 ഇയറിലേക്ക് ഉണ്ട് കേട്ടോ. അത് പക്ഷെ ഒരു 6 മന്ത്സേ ഞാൻ പോയുള്ളൂ. എന്നിട്ട് ഞാൻ ഡിസ്കണ്ടിന്യൂ ചെയ്ത് പിന്നെ ഞാൻ LLBക്ക് പോകേണ്ടായത്. സോ ആ PR പഠിക്കുന്ന സമയത്ത്, പബ്ലിക് റിലേഷൻസ് പഠിക്കുന്ന സമയത്ത് ആൻഡ് ജേർണലിസം ആ കോഴ്സ് പഠിക്കുന്ന സമയത്ത് അത് ഞാൻ പഠിച്ചത് ആലുവയിൽ ഇപ്പോൾ ഒരു എഞ്ചിനീയറിംഗ് കോളേജുണ്ട്, എന്താണ് SCMS. ആ കോളേജ് ആദ്യം ഒരു ചെറിയ ഇതായിട്ടാണ് തുടങ്ങി, ഇങ്ങനെ PG ഡിപ്ലോമ ഇൻ ഇതും അങ്ങനെയൊക്കെ ആയിട്ടാണ് തുടങ്ങി. അപ്പോൾ അതിൻ്റെ അവരുടെ ആ ഇതിൽ ഈ ഒരു ഡിപ്ലോമ കോഴ്സ് ഉണ്ടായിരുന്നു. കാരണം എനിക്ക് അടുത്ത ഇതിന് പോകുമ്പോൾ വെറുതെ ഇരിക്കില്ല, ഐ ഓൾവേസ് ഫീൽ ദ ഗ്യാപ്പ്, അങ്ങനെയാണ് ഞാൻ എപ്പോഴും ചെയ്യുക. അതിന് പോയി ചേർന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇടയ്ക്കൊന്ന് എറണാകുളം ബ്രോഡ്വേയിലൊക്കെ പുസ്തകങ്ങൾ തപ്പാൻ പോകും. പഴയ പുസ്തകങ്ങൾ വിൽക്കുന്നുണ്ടാവും ഫുട്പാത്തിൽ. അങ്ങനെ പോയപ്പോൾ അത് MG റോഡിൽ പൂട്ടിയിട്ടിരുന്ന കടകളുടെ മുമ്പിൽ നിന്നാണ് എനിക്ക് കിട്ടുന്നത് കേട്ടോ. ഐ തിങ്ക് ജയലക്ഷ്മിയുടെയൊക്കെ അപ്പുറത്തുള്ള എന്തോ കുറേ ഇങ്ങനെ സ്റ്റോഴ്സ് പൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു അവിടെ. അത് സൺഡേ ആയതുകൊണ്ടായിരിക്കണം. ഞാനിങ്ങനെ വെറുതെ അങ്ങനെ പോയതാണ്. അപ്പോൾ അവിടെ ടൈം മാഗസിൻ ഇരിക്കുന്ന കണ്ടു. ടൈം മാഗസിൻ അമേരിക്കയിലെ, ഇത് നമ്മൾ ഈ ജേർണലിസം പഠിക്കുന്ന കാരണം ഒരുപാട് ജേർണലിസ്റ്റുകളൊക്കെ വന്ന് ക്ലാസ് എടുക്കുകയെ. അപ്പോൾ അവർ ഈ ടൈം മാഗസിനെ പറ്റിയൊക്കെ പറഞ്ഞപ്പോൾ ഇതെന്താണ് ഇതെന്നൊന്ന് നോക്കണമല്ലോ. അപ്പോൾ അവർ പറഞ്ഞു ഇത് അമേരിക്കയിൽ നിന്ന് വരുത്താനൊക്കെ ഭയങ്കര പാടാണ്, ന്യൂയോർക്കിലാണ് ഇതിൻ്റെ ഹെഡ് ഓഫീസ് എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്കിന്നും ഓർമ്മയുണ്ട്, രാജൻ എന്ന് പറഞ്ഞ സാറ് വന്ന് പഠിപ്പിക്കുമായിരുന്നു, മാതൃഭൂമിയിൽ ജോലിയുള്ള ഉണ്ടായിരുന്ന എഡിറ്ററായിരുന്നെന്ന് എനിക്ക് തോന്നുന്നു, സബ് എഡിറ്ററോ അങ്ങനെ എന്തോ ആയിരുന്നു. സോ അദ്ദേഹം ക്ലാസ് എടുക്കാൻ വരുമ്പോൾ ഇതിനെപ്പറ്റി പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ഈ ടൈം മാഗസിൻ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ ടൈം മാഗസിൻ ഞാൻ ഈ റോഡ് വക്കീലിൽ നിന്ന് എടുക്കുമ്പോൾ 1989 പഴയ മാഗസിനായിട്ടോ എടുക്കണം, പുതിയതൊന്നും നമുക്ക് വാങ്ങിക്കാൻ ത്രാണിയുമില്ല. അതൊക്കെ അങ്ങനെ വരുത്തുകയൊക്കെ ചെയ്യുകയാണെന്ന് എനിക്ക് തോന്നുന്നു. അന്ന് തന്നെ എത്രയോ $ഒക്കെ കൊടുത്ത് വാങ്ങിക്കണത്. ഈ റോഡിൽ ഇരുന്ന് വാങ്ങിച്ച മാഗസിൻ തന്നെ അയാൾ 100 രൂപയ്ക്കാണ് തന്നെ. 100 രൂപ എന്തോരം വാല്യുബിൾ ആണെന്ന് ആലോചിച്ച് നോക്കണം. 95 100 രൂപ എന്തോരം വാല്യുബിൾ ആയിരിക്കും. അമ്മയ്ക്കൊക്കെ അന്ന് വല്ല 2000 രൂപയൊക്കെ ശമ്പളമുള്ളൂ. അപ്പോൾ 100 രൂപ എത്ര വാല്യുബിൾ ആയിരിക്കും? അമ്മ എനിക്ക് 1 മാസത്തേക്ക് തന്ന പൈസയായിരിക്കും അത്. ഞാനത് മേടിച്ചു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് കുറച്ച് തരുമോ, എനിക്കൊരു 2 എണ്ണം കൂടെ എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു ഇതിങ്ങനെ പഴയത് വാങ്ങിച്ചു വെച്ചേക്ക്, എല്ലാവരും ഒന്നും മേടിക്കൊന്നുമില്ലല്ലോ ചിലപ്പോൾ. ശരി, ഒരു 3 എണ്ണം എടുത്തോ 100 രൂപയ്ക്ക്. ഓ സന്തോഷമായി. അങ്ങനെ ഞാൻ പിന്നെ എനിക്ക് കൂട്ടി വെച്ച് കിട്ടുന്ന പൈസ കൊണ്ടൊക്കെ ഞാൻ കുറേ മേടിച്ചു എന്നുള്ളതാണ്. പിന്നെ ഞാൻ അയാളുമായിട്ടൊരു ഡീലിംഗ് ആയിക്കഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞിട്ട് കൊച്ചേ ഇത് എടുത്തോ, ഞാൻ കുറച്ച് പൈസ തന്നു, ഇത്രയൊക്കെ ഇട്ട് തന്നു എനിക്ക് പിന്നെ ഒരു പ്രാവശ്യം. അങ്ങനെ ഞാൻ എൻ്റെ ഈ എന്തു കണ്ടിട്ട് ഞാൻ എപ്പോഴും അങ്ങേരെ അന്വേഷിച്ചല്ല കാരണം അവിടെ ഇഷ്ടംപോലെ മറ്റുള്ള മാഗസിൻസും പിന്നെ ഈ പ്രായത്തിലുള്ള പെൺകുട്ടികൾ വായിക്കണ പോലത്തെ മിൽസൺ ബൂൺസും ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അത് ഞാൻ വാങ്ങാതെ ഇത് വാങ്ങിക്കുന്ന കണ്ടപ്പോൾ അദ്ദേഹത്തിന് തന്നെ എന്നോട് ഒരു സന്തോഷം. അത് പറഞ്ഞു മോള് കൊള്ളാട്ടോ, ഇത് പോയി വായിക്കും. എല്ലാം വായിച്ചത് എനിക്ക് ഓർമ്മയില്ലെങ്കിലും 2 കാര്യങ്ങൾ എനിക്ക് ഓർമ്മയുണ്ട്. ആദ്യം വാങ്ങിച്ചത് ദലൈലാമയുടെ മുഖചിത്രമുള്ളതായിരുന്നെന്ന് പറഞ്ഞില്ലേ. അപ്പം ദലൈലാമയെ പറ്റി മനസ്സിലായി. ടിബറ്റിൻ്റെ ഒരു വലിയ ബുദ്ധിസത്തിൻ്റെ വലിയൊരു ലീഡറാണെന്ന് മനസ്സിലായി. അത് അദ്ദേഹത്തിന് പീസിൻ്റെ നോബൽ പ്രൈസ് കിട്ടിയ വർഷമാണ് 89 മാഗസിനെ കണ്ട. ഞാൻ വാങ്ങിക്കുന്നത് 95 കേട്ടോ. അത് വാങ്ങിച്ചത് 95 അങ്ങനെ ഞാൻ ദലൈലാമേനെ പറ്റിയിട്ട് മനസ്സിലാക്കുന്നത്. പേപ്പറിലൊക്കെ ഇങ്ങനെ ദലൈലാമ എന്നൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ടൈം മാഗസിൻ്റെ മുഖചിത്രത്തിലാണ് ഞാൻ ആദ്യമായിട്ട് ദലൈലാമയെ പറ്റി വായിക്കാൻ ഇൻട്രസ്റ്റ് കാണിച്ചത് എനിക്ക് ഓർമ്മ വരുന്നു. എന്തിനാണ് ഇത് പറഞ്ഞതെന്ന് വെച്ചാൽ, ഒരു സ്പിരിച്വൽ ലീഡറിനെ നമ്മുടെ ലൈഫിലേക്ക് എടുക്കുക, മിഡ് ലൈഫ് ക്രൈസിസ് മറികടക്കാനായിട്ട്. അവരുടെ തോട്ട്സും അവരുടെ ടോക്സും ഒക്കെ ഇപ്പോൾ ഇഷ്ടം പോലെ ഇതിനകത്തുണ്ട്. നിങ്ങൾ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നോക്കിക്കോളൂ, ദലൈലാമ ടോക്സ് നോക്കൂ, അത് നല്ലതായിരിക്കും.
പിന്നെ ഇവിടെയുള്ള സ്പിരിച്വൽ ലീഡേഴ്സിനെയൊക്കെ ചൂസ് ചെയ്യാൻ എല്ലാവർക്കും മടിയാണ്. പറ്റിക്കലാണോ ശരിയുള്ളതാണോ? നിങ്ങൾ അങ്ങനെയുള്ള കൊച്ചു 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 ആൾക്കാരുടെ അടുത്ത് പോകണ്ട. നിങ്ങൾക്ക് നല്ല ഇതുപോലെ നാഷണലി ഇൻ്റർനാഷണലി അക്ലെയിംഡ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് പോകൂ. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മൾ ഈ സ്പിരിച്വൽ ലീഡേഴ്സിനെ നമ്മൾ തിരഞ്ഞെടുത്ത് നമ്മൾ അവർ പറയുന്നത് കേൾക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഒരിക്കലും അവരെ പറ്റിയിട്ട് ദോഷം പറയുന്ന കാര്യങ്ങൾ പിന്നെ നമ്മൾ കേൾക്കാൻ പോകരുത്. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞാൽ, എനിക്ക് ഇത് ഞാൻ അന്ന് ഞാൻ ഈ ദലൈലാമ ലീഡറിനെ മനസ്സിലാക്കി ഇതൊക്കെ ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ തോട്ട്സും അങ്ങനത്തെ ബുക്സും ഒന്നും ഞാൻ പിന്നെ പേഴ്സ്യൂ ചെയ്തിട്ടില്ല. ഇപ്പം ഇത്ര ആയിക്കഴിഞ്ഞപ്പോഴാണ് ഞാൻ കുറച്ചുകൂടി അറിയാൻ വേണ്ടിയിട്ട് ഈ വീഡിയോസെല്ലാം കാണുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ശിഷ്യന്മാർ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു അടുപ്പം തോന്നും. അതായത് കൺസിസ്റ്റൻ്റ് ആണെന്നാണ് പറയണത്. ദലൈലാമ അത് എത്രയോ വർഷം മുമ്പ് എന്താ പറഞ്ഞ ആ സ്പിരിച്വാലിറ്റിയിൽ സെയിം തിങ് കൺസിസ്റ്റൻ്റ് ആണ്. പിന്നെ അദ്ദേഹത്തിന് ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെല്ലാം അറിയാം. അതായത് യുക്രൈൻ വാർ എന്തായി എല്ലാം വീക്ഷിക്കും. അതായിരിക്കണം ഒരു സ്പിരിച്വൽ ലീഡർ, അല്ലേ? അപ്പോൾ അറിയാമല്ലോ, ധർമ്മസ്ഥലയിലാണ് ഇപ്പം ഇന്ത്യയിൽ ഇരുന്നിട്ടാണ് ടിബറ്റിനെ കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നത്. ബിക്കോസ് അവിടെ നിന്ന് എക്സൈലായിട്ട് വരേണ്ടി വന്നു. ഇപ്പോൾ ധർമ്മസ്ഥലയിലാണ് അദ്ദേഹം ഉള്ളത്. പോകുന്നവർക്ക് പോവാം. എന്ത് നല്ലതായിരിക്കും അല്ലേ? ഞാനും പോയിട്ടൊന്നുമില്ല, പക്ഷേ കുറേ ദൂരേക്കല്ലേ, നമുക്ക് എന്തെങ്കിലും പോകാൻ പറ്റുമായിരിക്കും. നമ്മൾ ആഗ്രഹിച്ചാൽ എല്ലാം നടക്കുമെന്ന് ഞാൻ പറയാറില്ല. ഞാൻ ആഗ്രഹിക്കണം, അപ്പോൾ എനിക്ക് നടക്കും, അല്ലേ? സോ ധർമ്മസ്ഥലയിൽ അദ്ദേഹം അവിടെ ഇരുന്നിട്ട് ഹി ഗിവ് എന്താ പറയുക, ഗൈഡൻസ് ടു ടിബറ്റ്. ഇങ്ങനെ നമ്മൾ ഒരു സ്പിരിച്വൽ ലീഡറിനെ തിരഞ്ഞെടുക്കണമെന്ന് പറയാൻ കാര്യം, ഇപ്പം ചിന്മയാനന്ദ സ്വാമി ഉണ്ടായിരുന്നല്ലോ, അദ്ദേഹം ഇതുപോലത്തെ ടോക്സാണ്, പഴയ ടോക്സ് മലയാളത്തിലുണ്ട്. ദലൈലാമയുടെ ഇംഗ്ലീഷ് ആവുമ്പോൾ ഇനി അതിന് ബുദ്ധിമുട്ടുള്ളവർ, ഇംഗ്ലീഷ് അറിയുന്നവർ അത് കേൾക്കൂ. ബുദ്ധിമുട്ടുള്ളവർ ഇതുപോലെ നമ്മളുടെ നാട്ടിൽ മലയാളത്തിൽ ടോക്സ് കൊടുക്കുന്ന ഒരുപാട് നല്ല പണ്ഡിതന്മാരും ഒക്കെ ഉണ്ടല്ലോ. ചിന്മയാനന്ദ സ്വാമിയുടെ ഉണ്ടോ എന്ന് തപ്പി നോക്കൂ, അത് കേൾക്കൂ. ഇംഗ്ലീഷ് അറിയുന്നവരാണെങ്കിൽ ജിതു കൃഷ്ണമൂർത്തിയുടെ കേൾക്കൂ. KFI ഫൗണ്ടേഷനെ പറ്റി ഞാൻ പറഞ്ഞിട്ടില്ലേ? സദ്ഗുരു ഈസ് ഓൾസോ എ പ്രാക്ടിക്കൽ ഗുരു. പക്ഷേ സദ്ഗുരുവിന് ബിസിനസ് ഉണ്ട്, അതുണ്ട് ഇതുണ്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനെ വല്ലാണ്ട് ഇങ്ങനെ കുറവുകൾ കണ്ടുപിടിക്കുന്ന ആൾക്കാരും ഉണ്ട്. ചേട്ടാ, ഒരു ബിസിനസ് ചെയ്തു എന്ന് കരുതി ഗുരു അല്ലാതെയാവോ? ബിസിനസ് ആവശ്യമാണ്, പണം എല്ലാത്തിനും ആവശ്യമാണ്. പണം ഉണ്ടെങ്കിലേ ഇത്തരത്തിലുള്ള കൾച്ചറൽ യോഗങ്ങൾ നടത്താനും സത്സംഗങ്ങൾ നടത്താനും ഒക്കെ പറ്റുള്ളൂ, അല്ലേ? അല്ലാതെ എവിടെ നിന്ന് ആര് കൊണ്ട് കൊടുക്കും? പണം ഇല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അപ്പോൾ സദ്ഗുരു കിട്ടുന്ന അവസരങ്ങൾ പണമാക്കി മാറ്റുന്നുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലേക്ക് കൊണ്ടുപോകാനൊന്നും അല്ലല്ലോ. അദ്ദേഹത്തിൻ്റെ മകളും മരുമകനും ഒക്കെ ഈ പ്രസ്ഥാനത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ആളുകൾക്ക് ഗൈഡൻസ് കൊടുക്കാനായിട്ട്. അത് നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. ഞാൻ പറഞ്ഞു വന്നത്, പണ്ട് ഞാൻ സത്യസായി ബാബ ഡിവോട്ടിയായി കുറേ നാൾ. അതായത് ഇത്തരത്തിലുള്ള ക്രൈസിസ് വരുമ്പോൾ നമുക്ക് ആരാണ് നമുക്ക് ഒരു ഗൈഡൻസ് പറഞ്ഞു തരുന്നത്? നമ്മളങ്ങോട്ട് പോകും. അപ്പോൾ ആ സമയത്ത് എന്താണെന്ന് വെച്ചാലേ, പഴയ കാലത്ത് സ്വാമിയൊക്കെ സായിബാബയൊക്കെ വളരെ ചെറുപ്പത്തിലെ മുതൽ ഇങ്ങനെ ഇത് കിട്ടിയ ആളാണെന്നല്ലേ പറയണേ. സ്വാമി കുറച്ച് ഇങ്ങനെ മാജിക് പോലത്തെ കാര്യങ്ങൾ കാണിക്കുമായിരുന്നു. ലൈക്ക് വായിൽ നിന്നും ശിവലിംഗം എടുക്കും, പിന്നെ അങ്ങനെ എല്ലാവർക്കും ആപ്പിൾ കൊടുക്കും, വിഭൂതി കയ്യിൽ നിന്ന് ഇങ്ങനെ ഇട്ട് കൊടുക്കും. അപ്പം ഇതെല്ലാം വന്നിട്ട് പലരുടെയും ശത്രുവാക്കി മാറ്റി സ്വാമിയെ. അതെന്താണെന്ന് അറിയോ? അതൊരു വല്ലാത്ത കുഞ്ഞു ഗ്രാമം, അധികം പഠിപ്പൊന്നും ഇല്ലാത്ത ആളുകൾ, ഞാൻ പോയിട്ടുണ്ട് പുട്ടപർത്തിയിൽ, ആളുകളുള്ള ഗ്രാമത്തിൽ ഈ സ്പിരിച്വാലിറ്റിയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമാണ് ആളുകൾ അംഗീകരിക്കുകയുള്ളൂ. അവർക്ക് ഒരു ഗോഡിനെ മാത്രം അംഗീകരിക്കാനേ അറിയുള്ളൂ. ഗോഡ് എന്ന് നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്ന കൃഷ്ണൻ ഒരു ഗുരുവാണ്. നമ്മൾ ഗുരുവായൂരപ്പനെ വിളിക്കുന്നില്ലേ? ഗുരുവായൂരപ്പൻ ഈസ് എ ഗുരു, ആക്ച്വലി ഗൈഡാണ്. ഗുരുവായൂരപ്പനാണ് ഭഗവത്ഗീത സ്പ്രെഡ് ചെയ്തത് എല്ലാവർക്കും, അല്ലേ? ഗീത എന്ന രൂപത്തിൽ നമ്മൾ ലൈഫ് ടോക്സ് നമ്മൾ ഇന്ന് കേൾക്കുന്നത് ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞ, അല്ലെങ്കിൽ കൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരു ഗുരുവിൻ്റെ വാക്കുകളാണ് വ്യാസൻ എഴുതി വെച്ചിരുന്നത് ഭാരതത്തിൽ ഭഗവത്ഗീതയുടെ രൂപത്തിൽ, അല്ലേ? അപ്പോൾ ഇത് മനസ്സിലാക്കാനുള്ള ഒരു ഇതില്ലാണ്ട് ആൾദൈവങ്ങളുടെ പിന്നാലെ പോകുന്നു. നോ, ആൾദൈവങ്ങളുടെ പിന്നാലെ പോകുന്നതല്ല, സ്പിരിച്വൽ ഗുരു ആവശ്യമാണ്. ഈ പറഞ്ഞ എൻ്റെയൊക്കെ ഒരു മിഡ് ലൈഫ് ക്രൈസിസിലേക്കൊക്കെ ഞാൻ വന്നപ്പോഴേ, ജോലി പോവുക, അരവിന്ദിന് ജോലി പോവുക, ഇതൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് പണം എന്ന് പറയുന്നത് സാലറി തന്നെയായിരുന്നു. നമ്മൾ ബിസിനസ്സുകാരല്ല. പിന്നെ കുറച്ച് എടുത്തു വെക്കുന്നത് മുഴുവനും ഓരോ ജോലി പോകുമ്പോൾ അങ്ങ് പോവുകയും ചെയ്യും. ഇവിടെ വന്നിട്ട് ഞങ്ങൾക്ക് പോയിട്ടുണ്ട് അങ്ങനെ ജോലി. 3-4 മാസം ശമ്പളം ഇല്ലാതിരുന്നിട്ടുണ്ട്. 4 മാസത്തോളം ഈ ഇത് വന്നപ്പം,
കൊറോണ വേവ് അടിച്ചപ്പം ഫുൾ ക്രെഡിറ്റ് കാർഡിലായിരുന്നു ഞങ്ങൾ ഭക്ഷണം വാങ്ങിച്ച് ജീവിച്ചുകൊണ്ടിരുന്നത്. എല്ലാം നമുക്ക് മറികടക്കാൻ സാധിക്കും. ഇത്രയും ഞാൻ തുറന്നു പറയുന്നത് ഞാനൊരു മഹാസംഭവമാണെന്ന് കാണിക്കാനൊന്നുമല്ല. എനിക്കുണ്ട് അപ്സ് ആൻഡ് ഡൗൺസ് എല്ലാം. പക്ഷേ ഈ ഡൗൺസിനെ നമുക്ക് നേരിടാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റുന്ന ഒരു കാര്യമാണ് ജസ്റ്റ് ബിലീവ് ഇൻ സം ഗുരു. അപ്പോൾ ഈ സദ്ഗുരു എന്ന് പറഞ്ഞ ആ ഒരു ഇതിലേക്ക് ഞാൻ ആ സമയത്ത് വന്നതാണ് കേട്ടോ. ഈ സ്വാമി അത് കഴിഞ്ഞ് മരിച്ചു പോയല്ലോ, സത്യസായി ബാബ മരിച്ചു പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് ആ ഒരു ഗ്രിപ്പ് ഇങ്ങനെ ഹി അഗെയിൻ ബിക്കെയിം എ സോൾ അല്ലേ. സോ ഐ ജസ്റ്റ് വാണ്ടഡ് സമ്മൺ ടു ടോക്ക് ടു മീ. അതായത് എന്നോട് 1-on-1 അല്ല, സമ്മൺ ഹൂ ഈസ് കമ്മിങ് ആൻഡ് സ്വാമിയുടെ കുറേ റീൽസും അതൊക്കെ ഞാൻ എപ്പോഴും കാണുന്നുണ്ട്. എന്നാലും സദ്ഗുരുവിൻ്റെ ഇത് കാണുമ്പോൾ ഹി യൂസ് ടു കം എവ്രി ഡേ ലൈവിൽ വരുമായിരുന്നു. 4 മാസം ഞങ്ങൾ ഇവിടെ എൻ്റെ അകത്തിരിക്കുമ്പോൾ എന്നും ഓരോരോ കാര്യങ്ങൾ പറയും, നമ്മളെ നന്നായിട്ട് ഇങ്ങനെ പെപ്പപ്പ് ടോക്ക് തന്നുകൊണ്ടിരിക്കും. ഒന്നും അല്ലെന്നേ. അപ്പോൾ സദ്ഗുരു പറയണേ, നോക്ക് ഇപ്പം കുറേ ആളുകൾ ഇപ്പം എന്നെ സദ്ഗുരുവിൻ്റെ വാക്കുകൾ കേട്ടോ, എന്നെ കേൾക്കുന്ന ആൾക്കാരിൽ ചിലർക്ക് ഭർത്താവോ ഭാര്യയോ മക്കളോ ആരെങ്കിലുമൊക്കെ മരിച്ചു കാണും ഈ പാൻഡമൈമിൽ, അല്ലെങ്കിൽ നിങ്ങൾ ജോലി നഷ്ടപ്പെട്ട് കാണും, അല്ലെങ്കിൽ നിങ്ങൾക്ക് പണമില്ലായിരിക്കും, പക്ഷെ നിങ്ങൾക്ക് ആഹാരവും ഉണ്ട് വെള്ളവും ഉണ്ട് എങ്കിൽ നിങ്ങൾ തൃപ്തിയോടുകൂടി ഇരുന്ന് കണ്ടൻറ്റഡ് ആയിട്ട് നിങ്ങൾ ഇരിക്കൂ. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവൻ എടുത്തുകൊണ്ട് ഒരു കാര്യമില്ല. ആർക്കാണ് നേട്ടം? നിങ്ങളുടെ ജീവൻ നിങ്ങൾ സ്വന്തം എടുത്തതുകൊണ്ട്. അതായത് എല്ലാവരും പോയി എന്ന് പറഞ്ഞ് സൂയിസൈഡ് ചെയ്തുകൊണ്ട്. സംതിങ് ഈസ് ദെയർ. ഒരു ടണലിൻ്റെ അപ്പുറം ഉണ്ടെങ്കിൽ അവിടെ ഒരു വെളിച്ചം ഉണ്ടാകും. ഒരു ടണൽ കയറി കഴിയുമ്പോൾ, അതായത് ഒരു ട്രെയിൻ പോകുകയാണ് ഒരു ടണലിൻ്റെ അകത്തൂടെയെങ്കിൽ ഉറപ്പായിട്ട് ആ ട്രെയിൻ ടണലിൻ്റെ അപ്പുറത്ത് വരുമ്പോഴേക്കും വെളിച്ചം വരില്ലേ. അങ്ങനെ വിചാരിച്ച് പ്രാക്ടിക്കൽ തിങ്സിൽ നിങ്ങൾ ജീവിക്കൂ എന്നൊക്കെ പറഞ്ഞ് ഓരോ ദിവസം ഇതുപോലെ ഓരോരോ ടോക്സ് പറയും, ഓരോരോ കാര്യങ്ങൾ പറയും. ഇറ്റ് വാസ് ലൈക്ക് ഞാൻ ആ ഒരു പ്രൊഫൗണ്ട്നെസ് അങ്ങനെയാണ് മനസ്സിലാക്കിയത്. സദ്ഗുരു അത്രയും വേറെ ഒന്നും ചെയ്യാനില്ല, ആളുകളുമായിട്ട് കൺവേഴ്സ് ചെയ്യുക, അവിടെ വന്നിരുന്ന് ഭജൻ പാടുക. അപ്പം ഞാൻ ആ കൃത്യസമയത്ത് ലൈവ് വരുന്ന സമയത്ത് ഞാൻ മുഴുവൻ ഇരുന്നിട്ട് സദ്ഗുരുവിനെ കേൾക്കുമായിരുന്നു. അപ്പോൾ നോക്ക്, ഒരു ഗൈഡാണ് അല്ലേ അദ്ദേഹം, ഒരു ചൂണ്ടുപലക, ഒരു ഗുരുവാണ്. ഗുരു എപ്പോഴും എന്താ, സദ്ഗുരുവിൻ്റെ വാക്കുകളിൽ തന്നെ പറഞ്ഞാൽ ഗുരു പൊസിഷനിങ് സിസ്റ്റം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. നിങ്ങൾ ഒരു യൂസർ മാനുവലുമായിട്ടും അല്ല നിങ്ങൾ ജനിച്ചു വരുന്നത്. ആരും അച്ഛനും അമ്മയാകുന്നതും ഒരു യൂസർ മാനുവലില്ല. ഒരു മകൾക്കും യൂസർ മാനുവലില്ല, ഒരു മകനും യൂസർ മാനുവലില്ല. എങ്ങനെ ഒരു നല്ല പേരൻ്റ് ആകാം, എങ്ങനെ നല്ലൊരു എംപ്ലോയി ആകാം, എംപ്ലോയീസിന് പിന്നെയും ഉണ്ടാവും, എങ്ങനെ നല്ലൊരു മകനാകാം, മകളാകാം, മരുമകനാകാം എന്നൊന്നും യൂസർ മാനുവൽ ആരും എഴുതി വെച്ചിട്ടില്ല അല്ലേ. സോ യു നീഡ് എ ഗുരു. എന്തിനാണ് ഗുരു പൊസിഷനിങ് സിസ്റ്റം? എന്തിനാണ്? GPS. നമ്മൾ ഇപ്പോൾ ഒരു ഡൽഹിയിൽ പോവുകയാണ്, എനിക്ക് എല്ലാ വഴിയൊന്നും അറിയില്ല, പക്ഷെ എനിക്ക് ഡ്രൈവിംഗ് അറിയാം. അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു കാർ എടുത്ത് പോവുകയാണെങ്കിൽ ഞാൻ GPS അല്ലേ ഓൺ ചെയ്യുള്ളൂ, എനിക്ക് എല്ലാ വഴിയും അറിയണമെന്നില്ലല്ലോ. അത് തന്നെയാണ് ലൈഫ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് ഒരു തമിഴ് പാട്ട് എപ്പോഴും ഞാൻ പറയും, വാഴ തെരിഞ്ചാൽ വാഴലാമേ വഴിയായില്ലേ ഭൂമിയിൽ നിന്ന്. അതായത് നമുക്ക് ജീവിക്കാൻ അറിഞ്ഞാൽ മതി, ഇഷ്ടംപോലെ വഴികൾ നമ്മുടെ മുന്നിൽ തെളിഞ്ഞു വരും അല്ലേ. അപ്പോൾ ഇത്ര മോട്ടിവേഷൻ മതിയോ? ഇൻ നട്ട്ഷെൽ വാട്ട് ഐ ആം ടെല്ലിങ് ഈസ്, നമ്മുടെ എന്ത് സാഹചര്യമാണ് ഇപ്പോഴെങ്കിലും അത് മാറും. ചേഞ്ച് ഇന്നെവിറ്റബിൾ ആണ് അല്ലേ. ചേഞ്ച് എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും ലൈഫിൽ. ആ ചേഞ്ചിനെ നമ്മൾ എംബ്രേസ് ചെയ്യാനാണ് പഠിക്കേണ്ടത്. ഒരു പൊട്ടക്കുളത്തിൽ എപ്പോഴും വെള്ളം കെട്ടിക്കിടന്നു കഴിഞ്ഞാൽ ആ വെള്ളം ചീഞ്ഞ് നാശമായി പോകും, അത് നമുക്ക് ഉപയോഗശൂന്യമായി പോകും. അതേസമയം ഒഴുകിക്കൊണ്ടിരിക്കുന്ന നദിയിലെ വെള്ളമാണെങ്കിലോ പോയിക്കൊണ്ടിരിക്കും അല്ലേ, അത് ക്ലിയറായിട്ടും ശുദ്ധിയായിട്ടും ഇരിക്കും എപ്പോഴും. അപ്പോൾ നമ്മൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന നദിയെപ്പോലെ, വെള്ളത്തിനെ പോലെ ആകണം എന്ന് സാരം. പിന്നെ ഒരു കാര്യം എന്താണെന്ന് അറിയാം, ഇപ്പം നമ്മളിങ്ങനെ ഈ ബിലീഫ് സിസ്റ്റം, പലർക്കും പല ആളുകളെ ബിലീവ് ചെയ്യും, പലരും പല ആളുകളുടെ ടോക്സ് പറയും. പിന്നെ അതിനൊന്നും നിങ്ങൾ ഒരിക്കലും ഒരു കുറ്റമായിട്ട് കാണരുത്. ഒരിക്കലും അത് അവർ ഇയാളുടെ പുറകെ നടക്കുന്നത്, നെവർ, അങ്ങനെ പറയാനേ പാടില്ല. ബിക്കോസ് ആ ഗൈഡൻസ് അവർക്ക് കിട്ടുന്നു, ആ ഗൈഡൻസ് കൊണ്ട് അവരുടെ ലൈഫിൽ എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവും അവർക്ക്. So why are you bothered about others? Just concentrate on your life. നിങ്ങളുടെ മാത്രം ജീവിതത്തിൽ നിങ്ങൾക്ക് എന്താണ് ഹാപ്പിനെസ് തരുന്നത് ചെയ്യൂ. എനിക്ക് ഹാപ്പിനെസ് തരുന്ന മാത്രമാണ് ഞാൻ ചെയ്യുന്നത്, എപ്പോഴും അതെ. മറ്റുള്ളവർ എൻ്റെ ഹാപ്പിനെസ് ഹനിക്കാൻ വേണ്ടി കയറി വരുമ്പോൾ എനിക്ക് മനസ്സിലാവും അത് എൻ്റെ ഹാപ്പിനെസ് കളയാൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെ പ്രവർത്തിക്കുകയോ ചിന്തിക്കുകയോ ചെയ്യുന്നതെന്ന്. സോ വൈ ഡോണ്ട് വി ടേക്ക് ദാറ്റ് പാത്ത്? ഒരു പ്രൊഫൗണ്ട് തോട്ടല്ലേ അത്. ലെറ്റ് ലീവ് ആൻഡ് ലിവ് യുവർ ലൈഫ്. അതായത് ലെറ്റ് അതേഴ്സ് ലീവ് ദെയർ ലൈഫ് ആൻഡ് യു ലീവ് യുവർ ലൈഫ്. ഇത് കറക്റ്റായിട്ട് നമ്മൾ പാലിക്കുകയാണെങ്കിലുണ്ടല്ലോ, നമുക്ക് യാതൊരു വിധത്തിലുള്ള
മനസ്താപം ഉണ്ടാവില്ല. കുശുമ്പ്, അസൂയ മുതലായവയൊക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് ഇറാഡിക്കേറ്റഡ് ആയിട്ട് പോകും. അഹങ്കാരം ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഞാനെന്ന ഭാവം കുറച്ച് കുറയും. അപ്പോൾ ഇതൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ജേർണിയാണ് നമ്മുടെ എല്ലാവരുടെയും കേട്ടോ. വി ഷുഡ് ബി വെരി കെയർഫുൾ ഇൻ ഡീലിംഗ് വിത്ത് പീപ്പിൾ. അപ്പോൾ ചില സമയങ്ങളിൽ എല്ലാവർക്കും ചിലർക്കൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ വന്ന് ഭവിച്ചേക്കാം. പക്ഷെ അവിടെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ഇതുപോലെയുള്ള ഗുരുക്കന്മാരുടെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ആണ് കേട്ടോ. പിന്നെ ഇതേപോലെ തന്നെ എൻ്റെ കയ്യിലേക്ക് ഒരു പ്രതിമ വന്ന് ചേരുകയുണ്ടായി. പ്രതിമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാൻഡ്രേക്ക് സിനിമയിലെ പോലത്തെ ഒന്നും അല്ല കേട്ടോ, അവലോകീതേശ്വരൻ എന്ന് പറഞ്ഞിട്ട്. എനിക്ക് അതിനെപ്പറ്റി വലിയ ഭംഗിയായിട്ടൊന്നും അറിഞ്ഞൂടാ. പ്രതിമ വന്ന് ഒരു എൻ്റെ കയ്യിലുണ്ട്, അത് വീട്ടിലൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ പിന്നെ എപ്പോഴെങ്കിലും കാണിച്ചു തരാം, അതിനെപ്പറ്റി സംസാരിക്കാം പിന്നീട്. അതും ഇതുപോലെ തന്നെ അതൊരു ബുദ്ധൻ്റെ പ്രീവിയസ് ഫോമാണ് അവലോകീതേശ്വരൻ. ഇപ്പം ഈ ദലൈലാമ വന്ന പോലെ തന്നെ ഒരു ഫോമായിട്ട് എൻ്റെ അടുത്ത് വന്നതാണ്. സോ നിങ്ങൾക്ക് ഇതുപോലെ കിട്ടുന്ന ചെറിയ 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 എന്താ അതിന് പറയണത്, സിമ്പിൾസ് ഉണ്ടല്ലോ, ടേക്ക് ഇറ്റ് ആസ് യൂണിവേഴ്സസ് ഗൈഡ് ടു ചൂസ് എ ഗുരു. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഞാനിപ്പോൾ ഒരാൾ അങ്ങനെയല്ല, ചൂസ് എ ഗുരു ഇൻ ദ സെൻസ് ഒരു ഫിലോസഫിക്കൽ ടോക്ക് കേൾക്കാനോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടം തോന്നും അന്നേരം. നിങ്ങളപ്പോൾ അതിലേക്ക് കടന്ന് ചെല്ലുകയും വേണം. ഒന്നും അല്ല, അയ്യോ ഇതൊക്കെ നമുക്ക് നാണക്കേട്, അങ്ങനെ വിചാരിക്കരുത് കേട്ടോ. അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത്. നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. നിങ്ങൾക്കൊരു ഗുരു ഉണ്ടെങ്കിൽ ഈ ഗുരു പൊസിഷനിങ് സിസ്റ്റം നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ലെറ്റ് മീ ജസ്റ്റ് അക്നോളജ് ദാറ്റ് പെർട്ടിക്കുലർ വേർഡ് ആൻഡ് ടേക്ക് ഇറ്റ് ഫ്രം സദ്ഗുരു. അപ്പോൾ GPS ആണ്, ഗുരു പൊസിഷനിങ് സിസ്റ്റമാണ് ഇങ്ങനത്തെ ഗുരുക്കന്മാർ. അവരെ ഇങ്ങനെ അവർ ഇതാണ് അതാണ് എന്ന് പറഞ്ഞിട്ട് തള്ളിക്കളയരുത്. ഓക്കെ, ആൾദൈവം ഒന്നും അല്ല അവർ. ദേ ആർ ലൈക്ക് us, ബട്ട് ദേ ഹാവ് പ്രൊഫൗണ്ട് നോളജ് അബൌട്ട് ലൈഫ്. ജീവിതം എങ്ങനെയാണ് മാനുവർ ചെയ്യേണ്ടതെന്ന് തന്നെയല്ലേ നമുക്ക് അറിയേണ്ടത്. അപ്പം അതിനൊരു ആൾക്കാർ പറഞ്ഞു തരുമ്പോൾ ദാറ്റ് ഇസ് ഗുഡ്. നോ, എത്രയോ പെൺകുട്ടികളാണ് എൻ്റെ അടുത്ത് ഇൻസ്റ്റഗ്രാമിൽ വന്ന് എന്നോട് ചോദിക്കുന്നത്. ഞാനതൊരു വലിയ സംഭവമായിട്ടല്ല, ഞാനിതിൽ വന്നിരുന്ന് പറയുമ്പോൾ അവർക്ക് മുമ്പേ നടന്ന ആളുടെ ഒരു വിജ്ഞാനം അല്ലെങ്കിൽ ഒരു വിസ്ഡം എൻ്റെ കയ്യിലുണ്ട്, ഒരു ജ്ഞാനം എനിക്കുണ്ട്, എനിക്ക് എന്ന് തോന്നിയിട്ടല്ലേ അവർ വന്ന് ചോദിക്കുന്നത്. ഓഫ് കോഴ്സ് ഞാൻ അവർക്ക് എൻ്റെ അറിവുകളെ പറയാൻ പറ്റുള്ളൂ. അതേസമയം ഈ വലിയ ഗുരുക്കന്മാരുടെയൊക്കെ ആണെങ്കിൽ യു വിൽ ഗെറ്റ് മോർ അറിവ്. നോളജ് ഇസ് പവർ. അപ്പോൾ ഇന്നത്തെ ടേക്ക് അവേ എന്താണെന്ന് വെച്ചാൽ, യു ഹാവ് ടു ചൂസ് someone to guide you as your guru. ലൈക്ക് ഈ പറഞ്ഞ കുറച്ച് പ്രൊഫൗണ്ട് ചിന്തകളുള്ള ആളുകളെ ഗൈഡായിട്ട് എടുക്കുക. ഇപ്പോൾ ദലൈലാമേനെ ഞാൻ എടുത്തോന്ന് ചോദിച്ചാൽ ഞാൻ കുറേശ്ശെയാണ് എല്ലാം എടുക്കുന്നത്. ബട്ട് സദ്ഗുരുവിനെ ഞാൻ എപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇഫ് യു വുഡ് ലൈക്ക് ടു ഡു ദാറ്റ്, പ്ലീസ് ഡു ദാറ്റ്. ഓക്കെ, ബൈ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അത് പറഞ്ഞില്ലെങ്കിൽ 4 പേര് പോലും കയറില്ല. ഒരു ദിവസം 4-5 പേരൊക്കെയാണ് കയറുന്നത്. ഇറ്റ്സ് ഓക്കെ, കണ്ടൻറ്റഡ്. ബൈ.